അഫ്ഗാൻ പാക് അതിർത്തിയിൽ സൈനിക ഏറ്റുമുട്ടൽ 6 പ്രവിശ്യകളായാണ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു താലിബാന്റെ ആക്രമണം തിരിച്ചടിച്ചെന്ന് പാക് വൃത്തങ്ങളും അറിയിച്ചു. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപർണ കാർത്തികയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അപർണ, അഫ്ഗാൻ പാക് അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണ്? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി വേണം ഇന്നലെ രാത്രി ഏറെ വൈകിയുണ്ടായി ഈ ആക്രമണത്തെ കാണാൻ. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 5 പാക് സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ. 6 പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. ഇതിന് പ്രകോപനമായി പറയുന്നത് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി, അതുകൊണ്ടാണ് തിരിച്ചടിച്ചത് എന്നുള്ള തരത്തിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം താലിബാനിൽ നിന്നുള്ള പ്രതിനിധി ഇന്ത്യയിലെത്തിയപ്പോൾ പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അനുവദിക്കില്ല, മറ്റേതെങ്കിലും എതിരായ അതിക്രമങ്ങൾക്ക് അനുവദിക്കില്ല എന്ന് കൃത്യമായൊരു സന്ദേശം കൂടെ നൽകിയിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും പാകിസ്ഥാനും ഈ കാര്യത്തിൽ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി തർക്കമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലുണ്ടായ വിള്ളലും അതിനാനുപാതികമായി തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അടുക്കുകയും ചെയ്യുന്നത് വലിയ പ്രശ്നമായി തന്നെ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നതും കൂടി ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ 6 പ്രവിശ്യകളിൽ, കാരണം അഫ്ഗാനിസ്ഥാനിലെ 6 പ്രവിശ്യകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യോമാക്രമണം അതിനുള്ള സാധ്യതയുണ്ടായത്. നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പാക് സൈനികർക്ക് ഇക്കാര്യത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് അഫ്ഗാൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പ്രതികരണം ഇനി അങ്ങോട്ട് രൂക്ഷമാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ ഉലച്ചിലുണ്ട്. അത് ഇതിനെ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപർണ, ഇത് കൃത്യമായ ഒരു പ്ലാനിന്റെ ഭാഗമായുള്ള ആക്രമണം എന്ന് തന്നെ കരുതേണ്ടേ? കാരണം നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നുവല്ലോ. ആര്യ, അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. കാരണം നേരത്തെ തന്നെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് പാകിസ്ഥാനോട് പലതരത്തിൽ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിലുള്ള വിള്ളൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് താക്കീതുകൾ പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് പാകിസ്ഥാനോട് ഇടഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ വന്ന് താലിബാൻ, കാരണം അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം അതിൽ നേരത്തെ തന്നെ US പിന്തുണയുള്ള ഒരു ഭരണകൂടമുണ്ട്. അതിന് ആനുപാതികമായി തന്നെ താലിബാന്റെ ഒരു സർക്കാർ കൂടി അവിടെയുണ്ട്. ഏതായാലും താലിബാന്റെ പിന്തുണയുള്ള വിഭാഗം ഒരു തരത്തിലും പാകിസ്ഥാനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോൾ അത് രാഷ്ട്രീയമായും അത് അന്തർദേശീയ തലത്തിൽ പോലും അത് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണത്തെ ഇപ്പോൾ കാണേണ്ടത്. എന്തായാലും പാകിസ്ഥാനെതിരെ പരസ്യമായി താലിബാൻ രംഗത്തെത്തുമ്പോൾ അത് മുസ്ലിം രാജ്യങ്ങളിൽ ഉൾപ്പെടെ തന്നെ GCC ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശരി, പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. തിരിച്ചടിച്ചുവെന്നാണ് പാക് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വിശദമായ വിവരങ്ങളാണ് അപർണ കാർത്തിക നൽകിയത്.